തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചുള്ള അന്വേഷണം അട്ടിമറിച്ചതായി മുൻമന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ല. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തയ്യാറാക്കി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറിക്കും DGPക്കും അപേക്ഷ നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു. അതേസമയം പൂരം വിഷയത്തിലെ റിപ്പോർട്ടിൽ അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴി എടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. മനോജ് ഉണ്ട് വിവരങ്ങളുമായി. മനോജ്, മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അന്വേഷണത്തിനോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ കടന്നിട്ടില്ല എന്ന് VS സുനിൽകുമാർ നേരിട്ടെത്തി പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ഇത് സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായി മാറാൻ സാധ്യതയുണ്ടല്ലേ? ദേവിക, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപനം നടത്തിയിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു അന്വേഷണം നടന്നതായി അറിവില്ല എന്ന ഒരു വിവരം പുറത്തു വരുന്നത്. ഇതിൽ തന്നെ വലിയ തരത്തിലുള്ള ഞെട്ടൽ തനിക്ക് ഉളവാക്കി എന്നുള്ള കാര്യമാണ് VS സുനിൽകുമാർ പറയുന്നത്. ഇതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് താൻ കത്തയച്ചിട്ട് കുറേയധികം കാലമായി, എന്നാൽ അതിന് പ്രതികരണമൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ദേവസ്വങ്ങളുടെ മൊഴി അന്ന് ഈ ഒരു വിഷയം നടക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഈ റിപ്പോർട്ട് ഇപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ മന്ത്രി K രാജൻ പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഈ റിപ്പോർട്ട്, പുറത്തു വന്ന റിപ്പോർട്ട്, അത് പഠിച്ച ശേഷമായിരിക്കും മറുപടി പറയുക എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്കും DGPക്കും വിവരാവകാശ നിയമപ്രകാരം VS സുനിൽകുമാർ അപേക്ഷ നൽകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിൽ ഈ പൂരം വിഷയത്തിൽ ഈ അന്വേഷണം നടന്നിട്ടില്ല എന്ന വിവരാവകാശ മറുപടി എന്ന തരത്തിൽ ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യമാണോ എന്ന് പരിശോധിക്കണമെന്ന് കൂടിയാണ് K രാജൻ പറയുന്നത്. കാരണം ഇതിൽ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുത്തിട്ടുണ്ട് എന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പിന്നീട് എങ്ങനെയാണ് ഈ അന്വേഷണം പോയത് എന്നതിനെ പറ്റി തങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യവും ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള കാര്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ അനാവശ്യ ഇടപെടലും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര ഭാരവാഹികളെയും അതോടൊപ്പം പൂരപ്രേമികളെയൊക്കെ വലിയ തരത്തിലൊരു മർദ്ദിക്കുന്ന സാഹചര്യത്തിലോട്ട് വരെ പോലീസ് പോയിരുന്നു. മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ അതോടൊപ്പം വെടിക്കെട്ട് നിർത്തിവെക്കേണ്ടി വന്നു. അത്തരത്തിൽ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഈ പൂരത്തിനിടയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിനു പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ഈ പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കുവാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ അടക്കം ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. പിന്നീട് അത് അന്വേഷണത്തിലേക്ക് പോയി. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, അതായത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അഞ്ജിത് അശോകനെ അവിടെ നിന്നും സ്ഥലം മാറ്റുന്ന നടപടിയിലേക്ക് പോയി. എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ ADGP MR അജിത് കുമാറിന്റെ പേരൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലും എന്തൊക്കെയാണ് ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പൂരം കലക്കുവാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഈ പൂരം കലക്കിയതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. CPIയുടെ നേതാക്കൾ അതോടൊപ്പം മുൻ മന്ത്രിമാരൊക്കെ ഇത്തരത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വരുന്നു. എന്നിട്ടും ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുവാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അതിൽ കൃത്യമായിട്ടൊരു മറുപടി ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ തിരുവമ്പാടി ദേവസ്വം അടക്കം പ്രതികരിച്ചിരുന്നു. ഇതിലെ തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടാണ് ഇതുവരെ പുറത്തുവിടാത്തത്. ഇതിലാണ് ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിക്ക് അടക്കം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നത്. എന്താണ് ഈ അന്വേഷണം ഇത്തരത്തിൽ വൈകാൻ കാരണം, അല്ലെങ്കിൽ ഈ 4 മാസത്തിന് ശേഷം
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അങ്ങനെ ഒരു മൊഴിയെടുത്തതായോ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായോ അറിവില്ല എന്നുള്ള കാര്യവും ഇത്തരത്തിൽ പുറത്തു വരുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ഇന്ന് സുനിൽകുമാറും കെ രാജനും ഒക്കെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് മറ്റ് ദേവസ്വങ്ങളും ഇത്തരത്തിൽ തങ്ങളുടെ മൊഴി എടുത്തുവെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. ദേവിക.